നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചേന വെച്ചിട്ടുള്ള ഒരു കറിയായിട്ട് ഉണ്ടാക്കുന്നത്. ചേന എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒന്നായിരിക്കും. പക്ഷേ നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുക്കുകയാണെങ്കിൽ ചേന ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കുന്ന ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാട്ടോ ഇങ്ങനെ റെസിപ്പി ചെയ്യാൻ കാരണം. അതായത് ഞാൻ എൻ്റെ അനിയന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് അവൻ ഇഷ്ടപ്പെടുന്ന ഐറ്റംസൊക്കെ പെട്ടെന്ന് വീട്ടിൽ കിട്ടാവുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ലഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. അപ്പോൾ അതിൽ ഞാൻ അവൻ ഉണ്ടാക്കി കൊടുത്തിട്ട് പറ്റിച്ചൊരു വിഭവമാണിത്. അതായത് ഉരുളക്കിഴങ്ങാന്ന് പറഞ്ഞിട്ട് ഈ ചേന ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവനത് മനസ്സിലാവുകയൊന്നും ചെയ്തില്ല. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിക്കുകയും ചെയ്തു. ചേനയിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് കഴിക്കും. അപ്പോൾ ചേനയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായാലും അത് നല്ലതാണ്. പിന്നെ ഇതിൽ ധാരാളം മിനറൽസും കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്കും വളരെയധികം നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് നിങ്ങൾ വേറെ രീതിയിലൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർ തീർച്ചയായിട്ടും കഴിച്ചോളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ചേന നമുക്ക് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുക്കറായിട്ട് നല്ലത്. ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ടുള്ള 2 കപ്പോളം ചേനയായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ചേന വേവാൻ ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അധികം വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ. ഇപ്പോൾ നോർമൽ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ആ ഗ്ലാസ്സിൽ നിങ്ങളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറഞ്ഞു പോയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് സവാള വഴറ്റുമ്പോൾ ഉപ്പ് നമുക്ക് വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് പിന്നീട് ചേർക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലടിച്ചാൽ മതി. 2 വിസിലടിച്ചുമ്പോൾ അപ്പം തന്നെ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ മാറിയതിന് ശേഷം തുറക്കുക. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. പിന്നെ ചില ചേനയ്ക്കൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നന്നായി പെട്ടെന്ന് വെന്തുടഞ്ഞു പോണ ചേനയാണെങ്കിൽ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ പ്രഷറൊന്നും മാറാൻ നിൽക്കണ്ട കേട്ടോ. അപ്പം തന്നെ അതിൻ്റെ പ്രഷർ കളഞ്ഞതിന് ശേഷം തുറന്നു വെക്കുക. ഇപ്പം അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലടിച്ചിട്ട് അതിൻ്റെ പ്രഷറൊക്കെ ഫുൾ മാറിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ചേന വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ചേന നമ്മൾ വെന്തോന്ന് നോക്കുമ്പോൾ ഇതുപോലെ സ്പൂണൊക്കെ ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്കൊക്കെ സ്പൂണ് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റൈസ് ബ്രൈൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ സവാളയുടെ 1/4 ഭാഗമാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഇഞ്ചി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി അവയും കൂടി ചതച്ചിട്ട് ചേർക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇടിക്കല്ലുള്ളതുകൊണ്ട് അതിൽ വെച്ച് ഒന്ന് ഇടിച്ചിട്ട് ചേർത്തു മാത്രം. എടുത്തിരിക്കുന്നത് 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, പിന്നെ ഈ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ കൂടി ചതച്ചിട്ടിട്ടൊക്കെയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന വരെ നമുക്കൊന്ന് വഴറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ അല്ലാണ്ട് വേറൊരു പാത്രത്തിൽ ചേന ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ട് എടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ. അതിന് കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കുന്നു മാത്രം. കുക്കറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. സവാള ഒന്ന് കളർ മാറി വരുമ്പോൾ ഞാനിതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് വാടി കിട്ടാൻ നമുക്ക് ഉപ്പൊക്കെ ഇടുന്നത് എളുപ്പമായിരിക്കും. അപ്പോൾ അധികം ഉപ്പിടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. കാരണം ഓൾറെഡി നമ്മൾ ചേനയിൽ ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് കൂടിപ്പോവരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ കുറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് അതിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. സവാള ഇതുപോലെ കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായാൽ മതി. ഈ സമയത്ത് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യ റെസിപ്പി ഫോളോ ചെയ്തിട്ട് എന്തുണ്ടാക്കുകയാണെങ്കിലും അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് മെഷർമെൻറ്റിന് എടുക്കാൻ നോക്കാം കേട്ടോ. പച്ചക്കറികളുടെ ആയാലും പൊടികളൊക്കെ ടീസ്പൂണോ അല്ലെങ്കിൽ ടേബിൾ സ്പൂണിൻ്റെ കണക്കൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കാൻ നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവർ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റ് തന്നെ ഉണ്ടായിന്ന് വരില്ല. ഈ സമയത്ത് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ കൂടി കൂട്ടി ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ നോർമൽ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ പൊടികളും ഇടുന്ന സമയത്ത് തന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോയിട്ട് അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാം ടീസ്പൂണിൻ്റെ കണക്കിനനുസരിച്ചാണ്. അതായത് ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ വ്യത്യാസമുണ്ട്. 3 ടീസ്പൂൺ കൂടിയതാട്ടോ 1 ടേബിൾ സ്പൂൺ. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞോട് കൂടി തന്നെ നല്ലൊരു മൂത്തൊരു മണമൊക്കെ വരും. അപ്പോൾ ആ മൂത്ത മണം വരുന്ന സമയത്ത് കരിഞ്ഞു പോണേറ്റ് മുന്നേ തന്നെ നമുക്കിതിലോട്ട് ചേന കഷ്ണങ്ങൾ, അതായത് വേവിച്ച് വെച്ചിട്ടുള്ള ചേന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ രുചിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അനിയന് വേണ്ടിയിട്ട് ഒരു ലഞ്ച് ഉണ്ടാക്കിയപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് അനിയന് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഉരുളക്കിഴങ്ങിൻ്റെ പോലെയൊക്കെ പെട്ടെന്ന് അവന് ചേനയൊന്നും മനസ്സിലായിരുന്നില്ല, ഉരുളക്കിഴങ്ങാന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. അപ്പോൾ അത് അവൻ കഴിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് തൃപ്തിപ്പെടുന്ന എല്ലാം പെട്ടെന്ന് ഒരുക്കണതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഞാൻ ഇതിൽ വേപ്പിലിടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് ഈ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ സവാള വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. നമുക്കിത് ഇന്ന് എടുത്ത് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ ചേന ഇഷ്ടപ്പെടാത്ത എൻ്റെ അനിയൻ്റെ പോലെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കാൻ മറക്കില്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ചേനയുടെ വേറെ റെസിപ്പികളൊക്കെ ഉണ്ട്. ചേന എന്ന് തീരെ അറിയാത്ത ചേന മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം നിങ്ങൾ ഇതുവരെ ശ്രുതീസ് കുക്കറി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.